ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും അല്ലേ? കോടീശ്വരനാകണം, സ്വന്തമായിട്ട് വീട് വെക്കണം, ശരീരം ഫിറ്റാക്കണം, അല്ലെങ്കിൽ ഫോറിൻ ട്രിപ്പ് പോകണം എന്നൊക്കെ. ഇതൊക്കെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ പറയും, നാളെ മുതൽ ഞാൻ തുടങ്ങും. പക്ഷേ റിയാലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു? നാളെ ആകുമ്പോൾ ആ പഴയ നമ്മൾ തന്നെ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് വെച്ചാൽ അലാറം അടിക്കുമ്പോൾ നമ്മൾ പറയും, കുറച്ചുകൂടി കിടക്കട്ടെ. ജിമ്മിൽ പോകാൻ ഡ്രസ്സെല്ലാം എടുത്തു വെക്കും, പക്ഷേ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാനൊരു മടി. ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളും സീറോ പ്രവൃത്തികളുമായിട്ട് നടക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഇത് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ. കാരണം ഞാനും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്വപ്നങ്ങളെ സ്നേഹിക്കുന്ന പക്ഷേ പ്രവർത്തിക്കാൻ മാത്രം മടിയുള്ള ഒരു ലേസി അംബീഷ്യസ് വ്യക്തി. നിങ്ങൾ ഈ ചാനലിൽ വന്നത് വെറുതെ അല്ല. ഞാൻ ഉറപ്പ് വരുന്നു, ഈ വീഡിയോ നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചർ ആയിരിക്കും. നമ്മുടെ ബ്രെയിനെ എങ്ങനെ കബളിപ്പിച്ച് ഈ മടിയെ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മടിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ലേസി ആയതുകൊണ്ടൊന്നുമല്ല. സയന്റിഫിക്കലി പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്വാഭാവിക പ്രൊട്ടക്ഷൻ മെക്കാനിസം മാത്രമാണ്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും 2 കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന്, പെയിൻ ഒഴിവാക്കുക. രണ്ടാമത്തേത്, സുഖം നേടുക. നിങ്ങളൊരു ബുക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഉടനെ തന്നെ ഓർമ്മിപ്പിക്കും, ഇതൊരു ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്, ഒരുപാട് ആലോചിക്കണം, ക്ഷീണിക്കും, കൈവേദനിക്കും, ഇത് ഭയങ്കര പെയിനാണ്. എന്നാൽ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും, ഇതാണ് സുഖം, എളുപ്പമാണ്, രസമുണ്ട്, അങ്ങനെ. അതുകൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് പേടിച്ചൊരു റെഡ് അലേർട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളെ ആ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും തടയും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പെയിൻ കുറച്ച് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലഷർ കൂട്ടുക. അതിനുള്ള ടെക്നിക്കുകൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക്, നിങ്ങളൊരു 10 കിലോ വലിപ്പമുള്ളൊരു കേക്ക് ഒറ്റയടിക്ക് തിന്നാൻ നോക്കിയാൽ എന്താകും? നടക്കില്ലല്ലേ? അതുപോലെയാണ് വലിയ ലക്ഷ്യങ്ങളും. ഒരു വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സ് അമിതമായി സമ്മർദ്ദത്തിലാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കേക്കിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തിന്നണം. നമ്മുടെ ലക്ഷ്യത്തെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. ഇതിനെയാണ് നമ്മൾ നാനോ ആക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ വായിക്കാമെന്ന് പറയരുത്. പകരം ഇന്ന് ഒരു പേജ് വായിക്കാം എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇന്നൊരു പാരഗ്രാഫ് വായിക്കാം എന്ന് തീരുമാനിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങളൊരു പേജ് വായിച്ചു നിർത്തിയാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ആ മടിയെ തോൽപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഒരു ചെറിയ വിജയം നിങ്ങളുടെ തലച്ചോറിന് ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകും. ഇതത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. അതായത് ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിലല്ല കാര്യം, സ്ഥിരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടെക്നിക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടിയില്ലാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ബ്രഷ് ചെയ്യുന്നത്, കാപ്പി കുടിക്കുന്നത്, ഫോൺ എടുക്കുന്നത്, ഇതിനെല്ലാം നമുക്ക് സ്ട്രോങ് ഹാബിറ്റ്സ് എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പുതിയ ശീലങ്ങളെ ഈ സ്ട്രോങ് ഹാബിറ്റ്സിലോട്ട് ചേർത്ത് കിട്ടുക. ഇതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഞാൻ അതിനുവേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ പറയാവേ. നിങ്ങൾക്ക് ദിവസവും മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാപ്പി കുടിച്ച ശേഷം ഞാൻ 3 മിനിറ്റ് ധ്യാനിക്കും. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ കുടിക്കണമെങ്കിൽ ഓരോ തവണ ഇമെയിൽ ചെക്ക് ചെയ്ത ശേഷവും ഞാൻ 1 ഗ്ലാസ് വെള്ളം കുടിക്കും. നിങ്ങൾക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഞാൻ ഡിന്നർ കഴിച്ച ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് 5 മിനിറ്റ് ബുക്ക് വായിക്കും. ഇപ്പോൾ ഈ പുതിയ ശീലം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്നും ഓർമ്മിക്കേണ്ട കാര്യമില്ല. കാരണം സ്ട്രോങ് ഹാബിറ്റ് അതിനെ വലിച്ചെടുക്കും. നമ്മൾ എഫേർട്ട് കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് പറയാം. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക്. ഒരു കാര്യത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയോ? അതിൻ്റെ തുടക്കം. നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിനെ വെറും 2 മിനിറ്റ് മാത്രം ചെയ്യാൻ തീരുമാനിക്കുക. ബുക്ക് വായിക്കാനാണെങ്കിൽ ആദ്യത്തെ വാചകം വായിക്കാൻ 2 മിനിറ്റ്. നിങ്ങളുടെ കിച്ചൺ വൃത്തിയാക്കാൻ വെറും 2 മിനിറ്റ്. നിങ്ങൾ 2 മിനിറ്റ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം. നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ. പക്ഷേ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനുള്ളൊരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. 90% ആളുകളും നിങ്ങൾ ആ 2 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ ആ ജോലി തുടരും. തുടക്കം ഏറ്റവും ചെറുതാക്കുക, എളുപ്പമാക്കുക.
നമ്മൾ ചെയ്യേണ്ടത് ജോലി കംപ്ലീറ്റ് ചെയ്യുക എന്നതല്ല, മറിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. നമ്മുടെയൊക്കെ ഒരു ശീലമാണ് നാളെ ആവട്ടെ, അല്ലെങ്കിൽ മൺഡേ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയട്ടെ, അല്ലെങ്കിൽ ന്യൂ ഇയർ ആവട്ടെ എന്നൊക്കെ പറയുന്നത്. പക്ഷേ കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ലക്ഷ്യം നേടാനുള്ള നിങ്ങളുടെ ജേണിയിൽ ഒരുപാട് ദിവസങ്ങൾ മോശം ദിവസങ്ങളായിരിക്കും, ക്ഷീണമുള്ള ദിവസങ്ങൾ, പോസിറ്റീവ് എനർജി ഇല്ലാത്ത ദിവസങ്ങൾ. അപ്പോഴാണ് നമ്മൾ പറയുക ഇന്ന് വേണ്ട, കുറച്ചുകൂടി നല്ല ദിവസം വരുമ്പോൾ ചെയ്യാമെന്ന്. എന്നാൽ സത്യം എന്താണെന്നറിയാവോ? നല്ല ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം ഒറിജിനലി ഇല്ല. നമ്മൾ ഈ ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുമ്പോഴാണ് ആ ദിവസം നല്ലതായിട്ട് മാറുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 100% എനർജിയിൽ ചെയ്യുന്ന 1 മണിക്കൂർ ജോലിയേക്കാൾ വലുതാണ് നിങ്ങൾ 50% എനർജിയിൽ ചെയ്യുന്ന സ്ഥിരമായ 15 മിനിറ്റ് ജോലി. നിങ്ങൾ വീണുപോയാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് എഴുന്നേൽക്കുക. ഒരാഴ്ച നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുഴുവനായിട്ട് നശിപ്പിക്കരുത്. മൺഡേ തന്നെ ആ 2 മിനിറ്റ് പുഷപ്പ് എടുത്ത് വീണ്ടും തുടങ്ങാം. നമുക്ക് വിജയത്തിൻ്റെ അളവുകൾ നമ്മൾ എത്ര വേഗത്തിൽ ഓടുന്നു എന്നതിലല്ല, മറിച്ച് എത്ര തവണ വീണിട്ടും നമ്മൾ തിരികെ വരുന്നു എന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാട്ടോ. നിങ്ങൾ ഇന്ന് ചെയ്യാൻ മടിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എടുക്കുക, അതെത്ര വലുതാണെങ്കിലും വേണ്ടില്ല, എന്നിട്ട് അതിനെ 2 മിനിറ്റ് നിയമം വെച്ചിട്ട് ചെറുതാക്കുക. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. അത് പൂർത്തിയാക്കിയ ശേഷം ഞാൻ 2 മിനിറ്റ് ചലഞ്ച് പൂർത്തിയാക്കിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിജയം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്